ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മാറിയ സിലബസ് പ്രകാരമുള്ള ഒന്നാമത്തെ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന് പറഞ്ഞാൽ വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനായ ഒരാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ച സമയമായിട്ട് പോലും വെളിച്ചമൊക്കെ വളരെ കുറവാണ്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. നമ്മുടെ സ്റ്റോറിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് പെലായോ. പെലായോ വീട്ടിലേക്ക് ഇങ്ങനെ വരികയായിരുന്ന സമയത്ത് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അവിടെ മുറ്റത്തിന്റെ പുറകിലായിട്ട് എന്തോ ഒന്ന് അനങ്ങുന്നു, എന്തൊക്കെയോ ഇങ്ങനെ മുരളുന്ന ശബ്ദമുണ്ടാക്കുന്നു. പക്ഷേ അധികം വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ അത് ബുദ്ധിമുട്ടായിരുന്നു. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. അങ്ങനെ അദ്ദേഹം അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു വൃദ്ധനായ ഒരാളായിരുന്നു. എ വെരി ഓൾഡ് മാൻ, നല്ല വൃദ്ധനായിട്ടുള്ള ഒരാൾ. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മറ്റ്. അദ്ദേഹം ചെളിയിൽ ഇങ്ങനെ മുഖം പൊത്തിയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ്, അദ്ദേഹം കഠിനമായിട്ട് പ്രയത്നം നടത്തിയെങ്കിൽ പോലും ദ മാൻ കുഡ് നോട്ട് ഗെറ്റ് അപ്പ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. ഇംബെഡഡ് ബൈ ഹിസ് ഇനോർമസ് വിങ്സ്, കാരണം എന്താ, അദ്ദേഹത്തിന്റെ വലിയ ചിറകുകളാണ് അദ്ദേഹത്തിന് തടസ്സമായത്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, ഈ കാഴ്ച കണ്ട് പേടിച്ച് പെലായോ റാൻ ടു ഗെറ്റ് എലിസൻഡ. പെലായോ തന്റെ വൈഫായിട്ടുള്ള എലിസയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദ സിക്ക് ചൈൽഡ്. ആ സമയത്ത് പെലായോയുടെ വൈഫായിട്ടുള്ള എലിസൻഡ തന്റെ രോഗിയായിട്ടുള്ള കുട്ടിയെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ നമ്മൾ അമർത്തുമല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വല്ല തുണി കൊണ്ടോ അല്ലാതെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അമർത്തി പരിചരിക്കുകയായിരുന്നു. ഹി ടുക്ക് ഹെർ ടു റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അങ്ങനെ അദ്ദേഹം തന്റെ ഭാര്യയെ ആ കോർട്ട്യാർഡിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വീണ് കിടക്കുന്ന ആ വൃദ്ധനായിട്ടുള്ള അയാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ഒക്കെ പെറുക്കുന്ന ആൾക്കാർ പറയാം. ഈ അദ്ദേഹം ആ കിടക്കുന്ന ആള് ഒരു വേസ്റ്റ് ഒക്കെ പെറുക്കുന്ന ആള് ധരിച്ച പോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച ഒരു അവസ്ഥയിലാണ്. ദർ വർ ഓൺലി ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ. അദ്ദേഹത്തിന്റെ കഷണ്ടി ആയിട്ടുള്ള ആ തലയോട്ടിയിൽ ഒന്ന് രണ്ട് മുടികൾ മാത്രം, വളരെ കുറച്ച് മുടികൾ മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ദ മൗത്ത്സ്. അദ്ദേഹത്തിന്റെ വായിൽ അതേപോലെ തന്നെ കുറച്ച് പല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ, അദ്ദേഹത്തിന്റെ ആ ദയനീയമായിട്ടുള്ള അവസ്ഥ, സീംഡ് ദാറ്റ്, അത് തോന്നിപ്പിച്ചു, ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ആകെ നനഞ്ഞ് കുതിർന്ന അവസ്ഥയിലാണ് ഈ ഒരു ഗ്രാൻഡ് ഫാദർ ഉള്ളത് എന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ രൂപവും, അദ്ദേഹം അങ്ങനെ ചെളിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കല്ലേ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, അദ്ദേഹത്തിന്റെ ആ ഒരു പരുന്ത് പോലെയുള്ള ചിറകുകൾ, ആ വലിയ ചിറകുകൾ, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, ആകെ ഡേർട്ടി ആയിട്ടുള്ള മലീമസമായിട്ടുള്ള പകുതിയോളം ഇങ്ങനെ പറിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ ചിറകുകൾ വേർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്, അതെല്ലാം അത് ആ ചെളിയിൽ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് സോ ക്ലോസ്ലി. അവര് അദ്ദേഹത്തെ ആദ്യം കുറച്ച് ദൂരെ നിന്ന് നോക്കി, പിന്നെ അടുത്ത് പോയിട്ടും അവർ നോക്കി. ദാറ്റ് പെലായോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അങ്ങനെ പെലായോയും അതുപോലെ തന്നെ എലിസന്റെയും രണ്ടുപേരും തുടക്കത്തിൽ അവർക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സർപ്രൈസ് ഒക്കെ രണ്ടുപേരും ഓവർകം ചെയ്തു, മറികടന്നു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അങ്ങനെ അവസാനം ഇവർക്ക് ഇദ്ദേഹത്തെ പരിചയമുള്ള പോലെ, നല്ല ഒരു അടുപ്പമുള്ള പോലെ തോന്നി. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. അങ്ങനെ അവര് രണ്ടുപേരും ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ്. പക്ഷെ അദ്ദേഹം ഇവരോട് മറുപടി പറഞ്ഞത് ഇവർക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയിലായിരുന്നു. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, ഒരു നാവികന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉറച്ച ശബ്ദത്തിൽ മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ ഈ വൃദ്ധൻ ഇവരോട് മറുപടി പറഞ്ഞു. ദേ കൺക്ലൂഡഡ് ദാറ്റ്, അവസാനം ഇവര് ഒരു നിഗമനത്തിലേക്ക് എത്തി. എന്താണ് നിഗമനം? ഹി വാസ് എ ലോൺലി കാസ്റ്റ് അവേ ഫ്രം സം ഫോറിൻ ഷിപ്പ് റക്ക്ഡ് ബൈ ദ സ്റ്റോം. ഏതോ ഒരു കൊടുങ്കാറ്റിൽ തകർന്ന ഒരു വിദേശ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട് ഏകാന്തനായിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് വന്ന ആളാണ് ഇദ്ദേഹം എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് ഇവർ എത്തിയത്. കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അതിജീവിച്ച ആൾക്കാണ് നമ്മൾ പറയാം. ദെൻ ദേ കാൾഡ് ഇൻ എ നെയ്ബർ വുമൻ ടു സീ ഹിം. അങ്ങനെ അവരെന്ത് ചെയ്തു, അവരുടെ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ വിളിച്ചു.
All she needed was one look ടു ഷോ ദം ദിയർ മിസ്റ്റേക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്ത്രീ ഇദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് അവിടെ പറഞ്ഞു. എന്താണ്? ഹി ഈസ് എൻ ഏഞ്ചൽ. അദ്ദേഹം ഒരു ഏഞ്ചലാണ്, ഒരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം. ആ അയൽപ്പക്കത്തുള്ള സ്ത്രീ ഇവരോട് പറഞ്ഞു. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. അദ്ദേഹം മിക്കവാറും ഈ വീട്ടിലെ കുട്ടിയുടെ രോഗിയായിട്ട് കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വന്നതായിരിക്കും. ബട്ട് ദ പുവർ ഫെലോ ഇസ് സോ ഓൾഡ്. പക്ഷേ അദ്ദേഹം പാവം, ഈ വൃദ്ധനായിട്ടുള്ള ആള്, അദ്ദേഹം വളരെ വൃദ്ധനാണ്. ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. മഴ അദ്ദേഹത്തെ താഴത്തേക്ക് ഇങ്ങോട്ട് വീഴ്ത്തിയതായിരിക്കും എന്ന് അയൽവാസിയായിട്ടുള്ള ആ ഒരു വുമൻ പറഞ്ഞു. ഓൺ ദ ഫോളോയിങ് ഡേ, പിറ്റേ ദിവസം, എവ്രി വൺ ന്യൂ ദാറ്റ്, എല്ലാവരും അറിഞ്ഞു, എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്. രക്തവും മാംസവും ഒക്കെ ഉള്ള ഒരു മാലാക പെലായോയുടെ വീട്ടിൽ തടവുകാരനായിട്ട് വന്നിരിക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. എല്ലാ ദിവസവും പെലായോ ഉച്ചക്ക് ശേഷമുള്ള സമയത്ത് കിച്ചണിൽ നിന്നും അദ്ദേഹത്തെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്സ്. അദ്ദേഹം ബെയിലിഫ് എന്ന് പറഞ്ഞാൽ ഈ ജയിലിലൊക്കെ, പ്രിസണിലൊക്കെ തടവുകാരെ നോക്കുന്ന ഉദ്യോഗസ്ഥനാണ് നമ്മൾ ബെയിലിഫ് എന്ന് പറയാം. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് എന്നൊക്കെ പറയാം. അപ്പൊ ഇദ്ദേഹം പെലായോ ആ വൃദ്ധനായിട്ടുള്ള ആളെങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ബെയിലിഫിന്റെ വടിയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതും പിടിച്ചിട്ടാണ് നോക്കുന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ്, അങ്ങനെ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മറ്റ്. ചെളിയിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? ഈ വൃദ്ധനായിട്ടുള്ള ആളെ വലിച്ചു. എന്നിട്ട് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ഹെൻസ് ഇൻ ദ ചിക്കൻ കോപ്പ്. എന്നിട്ട് കോഴികളൊക്കെ ഉള്ള ഒരു കോഴിക്കൂട്ടിലേക്ക് ഇദ്ദേഹത്തെ വലിച്ചു കൊണ്ടുവന്നിട്ട് ലോക്കാക്കി. എ ഷോർട്ട് ടൈം ആഫ്റ്റർ വാട്ട്, അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദ ചൈൽഡ് വോക്ക് അപ്പ് വിതൗട്ട് എ ഫീവർ. ആ വീട്ടിലെ കുട്ടി ഒരു പനിയും ഇല്ലാതെ കുട്ടി എഴുന്നേറ്റു. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. മാത്രമല്ല അവന് ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അങ്ങനെ അവർക്ക് ഒരു ഉദാരമനസ്കത തോന്നി. They decided to put the angel on a raft with the fresh water. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, ഈ ഒരു ഏഞ്ചലിനെ കുറച്ച് ശുദ്ധമായ വെള്ളമൊക്കെ നൽകി ഒരു ചങ്ങാടത്തിൽ കയറ്റിയിട്ട് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വെള്ളം മാത്രമല്ല, അതിൻ്റെ പ്രൊവിഷൻസ് ഫോർ 3 days, 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെ വിടണം. ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ്. അദ്ദേഹത്തിന്റെ സ്വന്തം വിധിക്ക് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓൺ ദ ഹൈ സീസ്, അവിടെയുള്ള കടലിലൂടെ ഒരു ചങ്ങാടത്തിൽ കയറ്റിയിട്ട് അദ്ദേഹത്തെ അയക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കണം. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട് യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡൗൺ, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിന്റെ ആദ്യത്തെ വെളിച്ചമൊക്കെ വന്ന സമയത്ത് അവർ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ, ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കോപ്പ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അവർ കാണുകയാണ്, ആ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഈ കോഴിക്കൂടിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഏഞ്ചലിനെ കാണുകയും തമാശ കളിക്കുകയും ചെയ്യുന്നത് ഇവർ കാണുകയാണ്. The visitors were tossing him things to eat through the openings in the coop. കാണാൻ വന്ന ആൾക്കാരൊക്കെ ആ വൃദ്ധനായിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ ആ ഏഞ്ചലിന് കഴിക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ആ കോഴിക്കൂടിന്റെ ഇടയിലുള്ള ഓപ്പണിങ്സിലൂടെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി weren't a supernatural creature. അത് കണ്ടാൽ തോന്നുക അദ്ദേഹം ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ജീവി അല്ല അദ്ദേഹം, മറിച്ച് ഒരു സർക്കസ് ആനിമലാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പരിപാടികൾ. The news of the captive angel spread with great rapidity. ആ മാലാഖയെ അവിടെ തടവിലാക്കപ്പെട്ട വാർത്ത ആ നാട്ടിലാകെ വളരെ പെട്ടെന്ന് തന്നെ പടർന്നു. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, ദ കോർട്ട് യാർഡ് ഹാഡ് ദ ബസിൽസ് ഓഫ് മാർക്കറ്റ് പ്ലേസ്. അവിടെ മുറ്റത്ത് ആകെ ഒരു ചന്ത പോലെ ഒരുപാട് ആൾക്കാർ തിരക്ക് കൂട്ടി. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. അവസാനം ഈ കപ്പിളിന് അവിടെ കൂടിയിട്ടുള്ള ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. ദേ ഗോട്ട് ദ ഐഡിയ. അവസാനം അവർക്കൊരു ആശയം വന്നു. ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്, അവിടെ മുറ്റത്തൊരു വേലി കെട്ടുക. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അങ്ങനെ ആ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് അഡ്മിഷൻ ഫീ ആയിട്ട് ഒരു 5 cent ചാർജ് ചെയ്യാനും അവർ തീരുമാനിച്ചു. സെന്റ് എന്ന് പറഞ്ഞ ഒരു കോയിൻ. അങ്ങനെ ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഒരുപാട് ദൂരെ നിന്നും ആൾക്കാർ, ക്യൂരിയസ് ആയിട്ടുള്ള ആകാംക്ഷയോട് കൂടി കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ ഒരുപാട് ദൂരെ നിന്നും വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിസേബിൾഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്, ഈ വികലാംഗരൊക്കെ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വികലാംഗരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ ഏഞ്ചലിൻ്റെ അടുത്തേക്ക് എത്തി. കാരണം അവരുടെ ഒരു വിശ്വാസമായിരുന്നു, ഏഞ്ചലിൻ്റെ അടുത്തേക്ക് വന്നാൽ ഏത് അസുഖവും മാറും എന്നൊരു വിശ്വാസത്തിലേക്ക് ആ നാട്ടുകാരൊക്കെ എത്തി. പെലായോ ആൻഡ് എലിസൻഡ വർ ഹാപ്പി. പെലായോയും എലിസൻഡയും രണ്ടുപേരും ഹാപ്പിയായി വിത്ത് ഫാറ്റിക്. അവർക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് എങ്കിൽ പോലും. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരു ആഴ്ചക്കകം, ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി.
ക്രാംഡ് എന്ന് പറഞ്ഞാൽ ഫിൽഡ് നടത്തും, നിറഞ്ഞു. അവരുടെ റൂമുകളിലാകെ പണം കൊണ്ട് നിറഞ്ഞു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദർ ടേൺ ടു എൻറ്റർ റീച്ച് ബിയോണ്ട് ദ ഹൊറിസോൺ. പിൽഗ്രിംസ് പറഞ്ഞാൽ തീർത്ഥാടകർ. അങ്ങനെ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെ അവരുടെ ഊഴത്തിന് വേണ്ടിയിട്ട് ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിന്നു. അങ്ങനെ ചക്രവാളത്തിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ലൈന് നീണ്ടുപോയി. ദ ഏഞ്ചൽ വാസ് ഓൺലി ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. പക്ഷേ ഈ മാലാക മാത്രം ഒരു പണിയും ഒരു പ്രവൃത്തിയും ചെയ്യാതെ അവിടെ ഇങ്ങനെ തൻ്റെ പണി നോക്കി നിന്നു. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. മാലാക എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടിയ ആ സമയം ഏതോ വായ്പ വാങ്ങിയിട്ടുള്ള ഒരു കൂടാണത്, ആ കൂട്ടിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആകാൻ ശ്രമിച്ചുകൊണ്ട് മറ്റു ജോലികളൊന്നും ചെയ്യാതെ അവിടെ തന്നെ ഇങ്ങനെ നിന്നു. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യം അവരെന്ത് ചെയ്തു, ഇവർ ഈ ഏഞ്ചലിനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോത്ത് ബോൾസ് കൊടുത്തു. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ ഈ നാഫ്തലിൻ ഗുളികളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് പറയുക, വെള്ള കളറുള്ള പാറ്റ ഗുളികൾ പോലത്തെ ഇത്. അതാണ് ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഏഞ്ചലിന് നൽകിയത്. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷേ അദ്ദേഹം ഒന്നും കഴിച്ചില്ല, എഗ് പ്ലാന്റ് മഷ് ഒഴികെ ബാക്കിയൊന്നും കഴിച്ചില്ല. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ വഴുതന, മഷ് എന്ന് പറഞ്ഞാൽ ഈ കുഴമ്പ് കഞ്ഞിക്കൊക്കെയാണ് പറയാം. അപ്പോൾ ഒരു വഴുതന കൊണ്ടുണ്ടാക്കിയ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു കുഴമ്പ്, അത് മാത്രമേ ഈ ഏഞ്ചൽ കഴിച്ചുള്ളൂ.